നമസ്കാരം. വീണ്ടും ട്രംപ് ഇന്ത്യയെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. H1B വിസയിൽ ഒരിക്കൽ തുടങ്ങി വെച്ച നെറുകേട് വീണ്ടും മറ്റൊരു രീതിയിൽ മുടക്കം വരാതെ ട്രംപ് തുടരുകയാണ്. H1B വിസ അഭിമുഖങ്ങളെ റദ്ദാക്കിയ നടപടിയിൽ യുഎസിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ. ഡിസംബർ 15 മുതൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് അഭിമുഖങ്ങളാണ് യുഎസ് സർക്കാർ റദ്ദാക്കിയത്. 2026 മെയ് വരെ ഇത്തരം അഭിമുഖങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നും പുനഃക്രമീകരിച്ച അഭിമുഖവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്ത്യക്കാരിൽ നിന്ന് സർക്കാരിന് നിവേദനങ്ങൾ ലഭിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക H1B വിസ ഇന്റർവ്യൂകൾ റദ്ദാക്കിയെന്ന വാർത്ത കേവലം ഒരു ഭരണ രീതിയല്ല, ഇന്ത്യയുടെ യുവത്വത്തോടും പ്രൊഫഷണൽ സമൂഹത്തോടും നേരിട്ട് ഏറ്റുമുട്ടുന്ന ലോക തൊഴിൽ വിപണിയുടെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. ഡിസംബർ 15 മുതൽ നിശ്ചയിച്ചിരുന്ന ആയിരക്കണക്കിന് ഇന്റർവ്യൂകൾ ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടപ്പോൾ അമേരിക്കയുടെ സ്വതന്ത്ര വിപണി അവസരങ്ങളുടെ നാട് എന്ന പ്രതിച്ഛായയ്ക്ക് കനത്ത വിള്ളലാണ് സംഭവിച്ചത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു എന്നത് ദുർബലതയല്ല, അത് സ്വാഭിമാനമുള്ള രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസപൂർണമായ നിലപാടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്വന്തം പൗരന്മാരുടെ തൊഴിൽ ഭാവി സംരക്ഷിക്കാൻ മടിക്കാത്ത രാജ്യമാണെന്ന സന്ദേശം ഇതിലൂടെ ലോകത്തിന് നൽകി കഴിഞ്ഞു. H1B വിസ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവനക്കാർ ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. അമേരിക്കയുടെ IT, ഹെൽത്ത് കെയർ, ഗവേഷണ നവീകരണ മേഖലകൾ ഇന്ത്യൻ പ്രതിഭയുടെ വിയർപ്പിലാണ് ഉയർന്നത്. സിലിക്കൺ വാലിയിലെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഫോർച്യൂൺ 500 കമ്പനികളിലേക്ക് വരെ ഇന്ത്യൻ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരുമാണ് വളർച്ചയുടെ ഇന്ധനം. അത്തരമൊരു സമൂഹത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന പേരിൽ വാതിൽപ്പടിയിൽ നിർത്തുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്ന നെറികേട് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന സമീപനം ഇതോടെ വീണ്ടും തെളിയിക്കപ്പെട്ടു. ആ മുദ്രാവാക്യം ആകർഷകമായി തോന്നിയേക്കാം, എന്നാൽ അതിന്റെ ഉള്ളടക്കം പലപ്പോഴും കുടിയേറ്റ വിരോധവും സംരക്ഷണവാദവും ചേർന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. തൊഴിൽ നഷ്ടമാകുന്ന അമേരിക്കൻ തൊഴിലാളിയുടെ ഭയം ചൂണ്ടിക്കാട്ടി ആഗോള ടാലന്റിനെ സംശയത്തോടെ കാണുന്ന ഈ സമീപനം ദീർഘകാലത്ത് അമേരിക്കയുടെ മത്സരശേഷി തകർക്കുമെന്നതാണ് യാഥാർത്ഥ്യം. കഴിവുള്ളവരെ തടയുന്ന രാജ്യങ്ങൾ അവസാനം കഴിവില്ലായ്മയുടെ വില കൊടുക്കേണ്ടി വരും. ചരിത്രം അതിന് സാക്ഷിയാണ്. ഇവിടെ മോദി സർക്കാരിന്റെ നിലപാട് പ്രത്യേകം അഭിനന്ദനാർഹമാണ്. നിശബ്ദ നയതന്ത്രം മാത്രം പിന്തുടരാതെ ഇന്ത്യയുടെ ആശങ്ക ഔദ്യോഗികമായി അറിയിക്കുകയാണ് ചെയ്തത്. ഇത് വെല്ലുവിളിയല്ല, നീതിയുടെ ആവശ്യമാണ്. ഇന്ത്യൻ യുവാക്കളുടെ പദ്ധതികൾ, കുടുംബങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ, കമ്പനികളുടെ നിയമനക്രമങ്ങൾ എല്ലാം ഒറ്റ നിമിഷം അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ട നടപടി ഒരു സാങ്കേതിക പ്രശ്നമായി മാത്രം കാണാനാകില്ല. മോദി സർക്കാർ അത് രാഷ്ട്രീയ ഗൗരവത്തോടെ കണ്ടു. അതാണ് ഒരു ശക്തമായ ഭരണകൂടത്തിന്റെ ലക്ഷണം. അതേസമയം ട്രംപ് ഭരണകൂടം മറയ്ക്കുന്നത് ഒരു സത്യമാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു വശത്തേക്ക് മാത്രമുള്ള ഒരു വഴിയല്ല. പ്രതിരോധം മുതൽ സാങ്കേതിക വിദ്യ വരെ, വ്യാപാരം മുതൽ തന്ത്രപരമായ പങ്കാളിത്തം വരെ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചു തന്നെയാണ് മുന്നേറുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകളെ വാതിലിന് പുറത്താക്കുന്ന നയം ഈ ബന്ധത്തെ തന്നെ ദുർബലപ്പെടുത്തും. H1B വിസ ദാനമല്ല, അത് കഴിവിന്റെ കൈമാറ്റമാണ്. ഇരു രാജ്യങ്ങൾക്കും ലാഭമുള്ള ഒരു കരാർ. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ അല്ല. ബ്രെയിൻ ഡ്രെയിൻ എന്ന വാക്ക് ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റുന്ന നയങ്ങളാണ് ഇന്ത്യ പിന്തുടരുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ ഇവയെല്ലാം ലോക നിലവാരമുള്ള തൊഴിലവസരങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ സൃഷ്ടിക്കുകയാണ്. അതിനാൽ അമേരിക്ക വാതിലുകൾ അടച്ചാൽ ഇന്ത്യക്ക് മുന്നിൽ മറ്റു വഴികൾ തുറന്നു കിടക്കുന്നു. യൂറോപ്പ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ലോകം മുഴുവൻ ഇന്ത്യൻ കഴിവിനായി മത്സരിക്കുകയാണ്. ട്രംപിന്റെ തീരുമാനം ഇന്ത്യയെ ദുർബലപ്പെടുത്തില്ല, മറിച്ച് അമേരിക്കയെ ഒറ്റപ്പെടുത്താനാണ് സാധ്യത. ഇന്ത്യൻ യുവത്വത്തിന്റെ ആത്മവിശ്വാസം ഒരു വിസ നയത്തിൽ ഒതുങ്ങുന്നതല്ല. അവരുടെ കഴിവും പരിശ്രമവും ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ താൽക്കാലിക രാഷ്ട്രീയ തീരുമാനങ്ങൾ ആ യാഥാർത്ഥ്യം മാറ്റില്ല. ചരിത്രം വാതിലുകൾ അടച്ചവരെയല്ല, വഴികൾ തുറന്നവരെയാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഇവിടെയും ആ ചരിത്രം വഴിമാറില്ല.